ഏവർക്കും ആസന്നമായ തിരുപ്പിറവി ആഘോഷങ്ങളുടെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുകയാണ്. നക്ഷത്ര വിളക്കുകളും പുൽക്കൂടും ആട്ടിടയന്മാരും കരോൾ ഗാനങ്ങളും പൂജരാജാക്കന്മാരും ഏറെ ഗ്രഹാതുരത്വം ഉണർത്തുന്ന ഈ ക്രിസ്മസ് നാളുകളിൽ ഒരിക്കൽ കൂടി ആ പഴയ നിഷ്കളങ്കതയോടെ ഉണ്ണിയായി പിറന്നവനെ നമുക്ക് ആരാധിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവിൻ്റെ മനുഷ്യാവതാര രഹസ്യങ്ങളെ ധ്യാനിക്കുവാനായി ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കർത്താവേ, അങ്ങ് ഭൂമിയിൽ പിറവിയെടുത്തപ്പോൾ ഞങ്ങൾക്ക് നൽകിയ ആ സന്ദേശം അത് വീണ്ടും ഒരിക്കൽ കൂടെ ധ്യാനിക്കുവാനും അതിൻ്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നത്. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോയിൽ പ്രിയമുള്ളവരെ, ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് ജാർഖണ്ഡിലെ ഹസാരിബാഗ് എന്ന സ്ഥലത്താണ്. ഈശോ സഭയുടെ സന്യാസ പരിശീലനത്തിന്റെ ഭാഗമായ ടേർഷൻഷിപ്പിലാണ് ഞാൻ. ഈ ടേർഷൻഷിപ്പില് ഒരുപാട് അനുഭവങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകാറുണ്ട്. ഞങ്ങൾക്ക് ലഭിക്കുന്ന ഈ പരിശീലനത്തിൽ ഞങ്ങൾ പല എക്സ്പെരിമെന്റ്സിലൂടെയും കടന്നു പോകാം. അങ്ങനെ ഒരു എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു തീർത്ഥാടനത്തിന് പോവുകയുണ്ടായി. ജാർഖണ്ഡിലെ ഗൗരിമാത തീർത്ഥാടന കേന്ദ്രമാണത്. കൂട്ടത്തിൽ 25 അച്ഛന്മാരുണ്ട് ഈ തീർത്ഥയാത്രയിൽ. ഗൗരിമാത തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ, അത് കോൾ മൈനിങ് സ്ഥലത്ത് അവിടെ മൈൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു അക്രൈസ്തവനായിട്ടുള്ള ഒരു മനുഷ്യൻ ആ മൈനിങ് സമയത്ത് ആ മൈനിങ്ങിന്റെ അവിടെ നിന്നും ഒരു മാതാവിന്റെ രൂപം കിട്ടി. പരിശുദ്ധ കന്യാമറിയത്തെ കുറിച്ചോ ഈ തിരുസ്വരൂപത്തെ കുറിച്ചോ ഒന്നും അറിയാത്ത അയാൾ ഇത് കാളി ദേവിയുടെ രൂപമാണെന്നും പറഞ്ഞ് അവരൊരു അമ്പലത്തിൽ പ്രതിഷ്ഠയ്ക്കായി കൊണ്ടുപോയി. അങ്ങനെ അമ്പലത്തിലെ പ്രതിഷ്ഠയ്ക്ക് അത് വെച്ചു. ആ പ്രതിഷ്ഠ സമയം ആളുകള് പല സംശയങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി. പല രീതിയിലുള്ള സംശയങ്ങളാണ് അവർ. കാരണം ഇതിനെ എങ്ങനെയാണ് പലർക്കും കാളിയുടെ രൂപമായിട്ട് യാതൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ആ സംശയങ്ങൾ കാര്യമായി വന്നു. 1 വർഷത്തിന് ശേഷം ഒരു ക്രൈസ്തവനായിട്ടുള്ള ഒരു ഓഫീസർ അവിടെ വന്നു. അദ്ദേഹം പറഞ്ഞു, ഇത്
ക്രിസ്ത്യാനികളുടെ മാതാവാണ്. അങ്ങനെ ഈ മാതാവിന്റെ രൂപം അവർ അങ്ങനെ ഒരു ക്രൈസ്തവ മിഷണറിയെ സമീപിച്ച് ചോദിച്ചു. ഒരു ബെൽജിയത്തിൽ നിന്നുള്ള ഒരു ഈശോ സഭാ സന്യാസി, അദ്ദേഹം അവിടെ വന്നു, അദ്ദേഹം കണ്ടു, അദ്ദേഹം പറഞ്ഞു തീർച്ചയായും ഇത് മാതാവിന്റെ രൂപം. കാരണം കയ്യിൽ ഉണ്ണീശോയുണ്ടായിരുന്നു. അങ്ങനെ ആ തീർത്ഥാടനത്തിലേക്ക് ഞാൻ പോയി, അവിടെ ഇരുന്നു മണിക്കൂറുകളോളം പ്രാർത്ഥിച്ചു. തലേ രാത്രി ഞങ്ങളുടെ പ്രാർത്ഥനാ സമയത്ത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മെഗ്നിഫിക്കാത്ത് ഞങ്ങള് പാടി പ്രാർത്ഥിച്ചു. വിശുദ്ധ ബലിയിൽ സങ്കീർത്തന സമയം വീണ്ടും മെഗ്നിഫിക്കാത്ത് പാടി. വിശുദ്ധ കുർബാന സമയത്തും മാതാവിന്റെ സ്തോത്രഗീതം ആലപിച്ചു. 3 തവണ ആ ദിവസം ഞങ്ങള് മാതാവിന്റെ സ്തോത്രഗീതം ആലപിച്ചു. കുറെ സമയം കണ്ണു അടച്ച് ആ ദേവാലയത്തിൽ ഇരുന്നപ്പോൾ എന്നെ എതിരേറ്റ ആലോചന ഇതാണ്. ഒരു സാധാരണ ചോദ്യം: എന്തുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുസ്വരൂപം ഈ കാട്ടിൽ, ജാർഖണ്ഡിൽ, അതും വളരെ ആഴത്തിലുള്ള മൈനിൽ വന്നു? ഈ ഭൂമിക്കടിയിലെ ഖനിയിൽ വരാനുള്ള കാര്യം എന്താണ്? തീർച്ചയായും നമുക്കറിയാം, ജാർഖണ്ഡ് എന്ന സ്ഥലം ഒരു സമ്പന്ന സംസ്ഥാനമാണ്. ഭാരതത്തിലെ ഒരു സമ്പന്ന സംസ്ഥാനമാണ്. എന്നാൽ ഈ സമ്പന്നമായിട്ടുള്ള സംസ്ഥാനത്ത് ഒരുപാട് ധാതു ലവണങ്ങളുണ്ട്. ബോക്സൈറ്റ്, മിനറൽസ് തുടങ്ങിയ ഒരുപാട് കൽക്കരിയൊക്കെ ധാരാളമായിട്ടുള്ള സ്ഥലം. എങ്കിലും ഇവിടുത്തെ മനുഷ്യരുടെ ജീവിതാവസ്ഥ എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യൻ ഇന്നും ഇഴഞ്ഞു നടക്കും. അങ്ങനെ ഓരോ ഓർത്തിരിക്കെ ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്തുകൊണ്ട് മാതാവിന്റെ രൂപം ഇവിടെ? ആശ്വസിപ്പിക്കുന്ന ഒരു ചിന്ത വന്നത് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 25-ാമത്തെ തിരുവചനം: മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു എന്ന എലിസബത്തിന്റെ ഒരു സങ്കീർത്തനം. അതോടൊപ്പം എലിസബത്ത് പറയുന്നുണ്ടല്ലോ, എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അരികിൽ വരാനുള്ള ഭാഗ്യം എനിക്ക്. നിന്റെ അഭിവാദനത്തിന്റെ സ്വരം എന്റെ കാതുകളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി എന്ന് എലിസബത്ത് പ്രഘോഷിക്കുന്നുണ്ട്. നിന്റെ അഭിവാദനത്തിന്റെ സ്വരം എന്റെ കാതുകളിൽ പതിച്ചപ്പോൾ, നിന്റെ സന്ദർശനം എന്റെ അരികിൽ വന്നപ്പോൾ, നിന്റെ സന്ദർശനം എനിക്ക് അനുഭവവേദ്യമായപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, എന്റെ അപമാനം പോയി, എന്റെ ഉള്ളിൽ ആനന്ദത്തിന്റെ ആന്തോളനം ഉണ്ടായതായിട്ട് ഞാൻ അറിയാം. ഞാൻ ഇങ്ങനെ ധ്യാനിക്കുകയാണ്, എന്താണ് കാര്യം? മനസ്സിലായി, തീർച്ചയായും ക്രിസ്തു പിറവിയെടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇഴഞ്ഞു നടക്കുന്ന എന്നെയും നിന്നെയും ഉയർത്താനായിരുന്നു. ഈ നാട്ടിലും ക്രിസ്തു പിറവിയെടുക്കണം, ക്രിസ്തുവിന്റെ പിറവി അനിവാര്യമാണ് എന്ന ഒരു തോന്നൽ എന്റെ മനസ്സിലാണ്. മാതാവിന് യേശുവിനെ കാണിച്ചു തരിക വഴിയായിട്ട് ഇവിടെ പരിശുദ്ധ അമ്മയ്ക്ക് എന്തോ പറയാനുണ്ട്. പരിശുദ്ധ അമ്മ വഴിയാണല്ലോ ഭൂമിയിൽ ത്രിത്വൈക ദൈവത്തിന്റെ 2ാം ആളായിട്ടുള്ള ക്രിസ്തു പിറവിയെടുക്കുക. അങ്ങനെ ഇരിക്കെ ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിൽ വന്നത് ഇതാണ്: അങ്ങനെയാണെങ്കിൽ ദൈവം എന്തുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഈ സാന്നിധ്യം നമുക്ക് അനുവദിച്ചത്? അങ്ങനെ ധ്യാനിച്ചിരിക്കുമ്പോൾ മെഗ്നിഫിക്കാത്തിന്റെ പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിന്റെ ഈരടികൾ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ അലയടിക്കാൻ തുടങ്ങി. തിരിച്ച് ഞങ്ങൾ വന്നു, തീർത്ഥാടനം കഴിഞ്ഞു. രാത്രി ഭക്ഷണത്തിന് പോകാൻ തോന്നിയില്ല. കാരണം മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥത. ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടണം. കഥകടച്ചു, വീണ്ടും മെഗ്നിഫിക്കാത്ത് വായിച്ചപ്പോൾ അവിടെ കാണുന്നു, ഇതാ അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു.
ആ വാക്യം എന്നെ ഏറെ പ്രിയപ്പെട്ട ഒരു വാക്യമാണ്. ആ വാക്യത്തിൽ ഞാൻ കാണുന്നുണ്ട്, ആ വാക്യം പലപ്പോഴും എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചിട്ടുള്ള വാക്യമാണ്. എൻ്റെ ഓർഡിനേഷൻ സമയത്ത്, ഓർഡിനേഷൻ ഇൻവിറ്റേഷനിലും മൊമെന്റയിലും ഞാൻ ചേർത്ത് വെച്ച വാക്യം ഇതാണ്: അവിടെ നിന്റെ താഴ്മയെ കടാക്ഷിച്ചു. യെസ്, ആ താഴ്മയെ കടാക്ഷിച്ചെന്ന വാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ദൈവഹിതത്തിന് സമ്പൂർണ്ണ അനുസരണം കാട്ടുന്നവളുമാകയാൽ ദൈവം മറിയത്തെ തെരഞ്ഞെടുത്തു. പരിശുദ്ധമ്മയെ ദൈവം തെരഞ്ഞെടുക്കാനുണ്ടായ സാഹചര്യം എന്താണ്? ലോൺലിനെസ് എന്ന കാര്യമായതുകൊണ്ടാണ്, വിനീതയായതുകൊണ്ടാണ്, സൗമ്യയായതുകൊണ്ടാണ്, ദൈവഹിതത്തിന് സമ്പൂർണ്ണ അനുസരണം കാട്ടുന്നവളായതുകൊണ്ടാണ് ദൈവം മറിയത്തെ തെരഞ്ഞെടുത്തു എന്നതാണ് നമ്മുടെ വിചാരം. എന്നാൽ ലൂക്കാ സുവിശേഷത്തിലെ മറിയത്തിന്റെ സ്തോത്രഗീതത്തെ കുറിച്ച് ഇപ്രകാരം ഒരു വായന നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ വ്യവസ്ഥകളിലെ ഉച്ചനീചത്വങ്ങളെ കുറിച്ചായിരുന്നു പരിശുദ്ധമ്മ പ്രഘോഷിച്ചതെന്ന്. കാരണം അതിന് കൃത്യമായൊരു വാക്ക് നമുക്ക് ഈ മഗ്നിഫിക്കാത്തിൽ കണ്ടെത്താം. കാരണം പരിശുദ്ധമ്മ ജീവിച്ചിരുന്ന കാലത്തെ ദരിദ്രവും ഗ്രാമീണവും കോളനിവൽക്കരണവും കാർഷികവുമായ ഈ സാഹചര്യങ്ങളെ കുറിച്ച് മറിയം പ്രഘോഷിക്കുന്നുണ്ടെങ്കിൽ, ആ ലോലിനെസ്, താഴ്മ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കൊന്ന് പരിശോധിക്കാം. ഗ്രീക്ക് പദം ടോപ്നോസിസ് എന്ന ഒരു പദമാണ് ഗ്രീക്കിൽ ഈ താഴ്മയെ കുറിച്ച്, ലോലിനെസിനെ കുറിച്ച് പറയുക. അതിന്റെ കൃത്യമായിട്ട് വ്യാഖ്യാനം ഇതാണ്: സംതിങ് ഈസ് ഗിവൻ ലെസ് ഇമ്പോർട്ടൻറ്റ് by the name given it than it merits. Something is given less importance. വളരെ ചെറിയ, വളരെ കുറഞ്ഞ ഒരു പ്രാധാന്യം മാത്രം കൊടുക്കുന്നു. ലെസ് ഇമ്പോർട്ടൻസ്. അതിനെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ഈ ലോലിനെസ് എന്ന് പറയുന്നത് ഇറ്റ് ഡസൻറ്റ് റെഫർ ടു എനി inner qualities such as humbleness or humility. Rather, it presents humiliation or unjust affliction and torture by a sinful order. Humiliation, അല്ലെങ്കിൽ this topnosis, ആ വാക്കിന് ഇംഗ്ലീഷിൽ മറ്റൊരു പദം ഹ്യൂമിലിയേഷൻ. ഈ ഹ്യൂമിലിയേഷനിൽ നിന്ന് വരുന്ന ഒരു ഉണർത്തുപാട്ട്. ഹ്യൂമിലിയേഷനെ കുറിച്ച് പറയുമ്പോൾ it doesn't refer any inner and innate qualities such as humbleness or humility. Rather, it presents humiliation or unjust and torture by a sinful order. താഴ്ത്തപ്പെട്ടപ്പോൾ ഉയർന്ന ഉണർത്തുപാട്ടാണ് മഗ്നിഫിക്കാറ്റ്. കാരണം അബ്രാഹത്തോടും സന്തതികളോടും ദൈവം കൊടുത്ത വാഗ്ദാനം നിറവേറുമെന്നും അവിടുത്തെ വാക്കുകൾ ശരിയാകുമെന്നും അവർ വിശ്വസിച്ചു. അബ്രാഹത്തോടും സന്തതികളോടും കൊടുത്ത വാഗ്ദാനം ഉയർത്തുമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ കാരുണ്യത്തിൽ ഉറച്ചു വിശ്വസിച്ചു പരിശുദ്ധമ്മ. സങ്കീർത്തനത്തിൽ 118:6 ഇപ്രകാരം പറയുന്നുണ്ടല്ലോ: The Lord is on my side, I will not fear, what can man do to me? ദൈവം എന്റെ കൂടെയുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഭയപ്പെടുകയില്ല, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ സാധിക്കും? It is better to trust in the Lord than to put confidence in man. മനുഷ്യനിൽ അഭയം പ്രാപിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ശരണം പ്രാപിക്കുന്നതാണ്. സങ്കീർത്തനം 20:7 ഈ പ്രകാരം ഓർമ്മപ്പെടുത്തുന്നുണ്ട്: ചിലർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുമ്പോൾ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. കാരണം the Lord is my side as my helper. I shall look in triumph on those who hate me. ഞാൻ വിജയം കണ്ടെത്തും, ദൈവം എന്റെ കൂടെയുണ്ടെങ്കിൽ. ഐസയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 10 തിരുവചനത്തിലൂടെ ഇപ്രകാരം വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തലുണ്ടല്ലോ: So do not fear, for I am with you. Do not be dismayed, for I am your God. I will strengthen you and help you.
ഐ വിൽ അപ്ഹോൾഡ് യു വിത്ത് മൈ റൈറ്റ് ഹാൻഡ്. നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കാം. അതിനാൽ ഇങ്ങനെ സമർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഈ പാട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇരകളോടൊപ്പം നിൽക്കുന്ന ദൈവത്തിന്റെ ഇടപെടലിലെ രാഷ്ട്രീയത്തെയാണ്. ഇരകളോടൊപ്പം നിൽക്കുന്ന, തകർക്കപ്പെട്ടവനോടൊപ്പം, കഷ്ടപ്പെടുന്നവനോടൊപ്പം, കണ്ണീരണിഞ്ഞവനോടൊപ്പം നിൽക്കുന്ന ദൈവത്തിന്റെ രാഷ്ട്രീയത്തെയാണ് പറഞ്ഞിരിക്കുക. അതിനാൽ പരിശുദ്ധ അമ്മയ്ക്ക് സ്വന്തം ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് ഉത്തമ ബോധ്യമുണ്ടായിരുന്ന, നിശ്ചയദാർഢ്യമുള്ള പരിശുദ്ധ അമ്മ ഗബ്രിയേലിനോട് അന്നേരം മറുപടി പറയുന്നത്, ഇതാ നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപമാനീകരണത്തിന്റെയും പാർശ്വവൽക്കരണത്തിന്റെയും അധമ സാഹചര്യങ്ങൾക്കെതിരായിട്ടുള്ള പടപ്പാട്ടിന്റെ കരുത്ത് മറിയത്തിന്റെ പാട്ടിലുണ്ട്. അങ്ങനെ വരുമ്പോൾ പരിശുദ്ധമ്മ എന്തുകൊണ്ട് ഈ ഇടത്ത് വന്നു, പരിശുദ്ധമ്മയുടെ തിരുസ്വരൂപം എങ്ങനെ ഇവിടെ കിട്ടിയെന്ന് ഇതിന് ഒരു അർത്ഥതലം ഞാൻ കണ്ടെത്തുകയാണ്. ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതരിക്കുന്നുണ്ടെങ്കിൽ ഇതാ സകല ജനത്തിനു വേണ്ടിയിട്ടുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത മാലാഖ അറിയിക്കുമ്പോൾ അന്ധകാരത്തിൽ കിടന്നവർ മഹത്തായ ഒരു പ്രകാശം കണ്ടു എന്ന് ആ വചനത്തിന്റെ പൊരുളിലേക്ക് അടക്കുമ്പോൾ തീർച്ചയായും ഇവിടെയുള്ള വീണുകിടക്കുന്നതിനെ ഉണർത്താനായി, വീണുകിടക്കുന്നതിനെ ഉയർത്താനായി ദൈവം തിരുമനസ്സാകുന്നു എന്നുകൂടെ വായിച്ചെടുക്കുകയാണ്. അതോടൊപ്പം ഒരു അനുഭവം കൂടെ പറഞ്ഞു വെച്ചുകൊണ്ട് ഇന്നത്തെ ധ്യാനത്തിലേക്ക് കടക്കാം. 1997 ഒക്ടോബർ 26 വാർത്താ മാധ്യമങ്ങൾ നമ്മെ എല്ലാവരെയും ഉണർത്തിയത് സങ്കടകരമായിട്ടൊരു വാർത്തയുമായിട്ടാണ്. ബീഹാറിൽ ഒരു മലയാളി വൈദികനെ മാവോയിസ്റ്റുകൾ തട്ടിക്കൊണ്ടുപോയി. ഞാൻ അന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. പ്രഭാതത്തിൽ ഈ പത്രം എടുത്ത് വായിച്ച് ഞാൻ ആകെ വേദനിച്ചു പോയി. ഒരു വൈദികനെ തട്ടിക്കൊണ്ടു. 2 ദിവസം കഴിഞ്ഞു. 3-ാമത്തെ ദിവസം മറ്റൊരു വാർത്ത. എന്താണ്? ഇതാ ആ വൈദികന്റെ ശരീരം കണ്ടെത്തി, തലയില്ല. ശിരസ് മുറിച്ചെടുത്ത് ശരീരം, ബോഡി മാത്രമായിട്ട് അദ്ദേഹത്തിന്റെ ആ ശരീരത്തെ ലഭിച്ചു. തലയില്ലാതെ ആ ശരീരം കൊണ്ട് അടക്കി. അത് വായിച്ചന്ന് ഞാൻ രാത്രി 11 മണി വരെ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ജോലി ചെയ്യുന്നിടത്ത് വൈകുന്നേരം 7 മണി കഴിയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ പോകാറുണ്ട്. ദേവാലയത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ആ പ്രാർത്ഥനാ മണിക്കൂറിൽ എൻ്റെ കണ്ണുനീർ ഒഴുകുകയാണ്. ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഏതെങ്കിലും ഒരു ദിവസം എന്നെ ആ ഇടത്തൊന്ന് കൊണ്ടുപോകണം. ആ രക്തം വീണ ഇടം ഒന്ന് ചേർത്ത് വെച്ചൊന്ന് ചുംബിക്കണം. അതേ നിനക്കായി ഒഴുക്കിയ രക്തത്തെക്കുറിച്ച്. അങ്ങനെ ഞാനിവിടെ വന്നു. ഈ ജാർഖണ്ഡിൽ വന്നപ്പോ ഈ വൈദികൻ ഒരു ജസ്യൂട്ട് വൈദികനാണ്. ആ വൈദികന്റെ പേരാണ് A.T. തോമസ്. A.T. തോമസ് അച്ഛൻ ചങ്ങനാശ്ശേരി രൂപതക്കാരനാണ്. അദ്ദേഹം ഇവിടെ ആദിവാസികൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനായിരുന്നു. വാർത്താ മാധ്യമങ്ങൾ ഈ വാർത്തകളെല്ലാം പുറത്തുവിട്ടപ്പോ ആദ്യം മാവോയിസ്റ്റുകൾ തട്ടിക്കൊണ്ടുപോയെന്നായിരുന്നു പറഞ്ഞു. പക്ഷേ അടുത്ത ദിനം മാവോയിസ്റ്റുകൾ പ്രസ്താവന ഇറക്കി, ഞങ്ങളല്ല തട്ടിക്കൊണ്ടുപോയി. അങ്ങനെ A.T. തോമസിനെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. അവസാനം ബോഡി കണ്ടെത്തിയപ്പോൾ ഈ മാവോയിസ്റ്റുകളാണ് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകളായിരിക്കണം സഹായിച്ചത് കണ്ടെത്താൻ. ഇത് ചൂഷണം ചെയ്യുന്ന, പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്ന, അവരുടെ ഭൂമി തട്ടിയെടുക്കുന്ന, അവരെ എല്ലാ രീതിയിലും വികലപ്പെടുത്തുന്ന ആളുകളുടെ കൂട്ടായ്മയാണ് ഇപ്രകാരം ചെയ്തത്. കാരണം A.T. തോമസ് എന്ന് പറഞ്ഞ അച്ഛൻ അവർക്ക് വിലങ്ങ് തടിയായിരുന്നു. അദ്ദേഹം ക്രിസ്തുവിനെ ജീവിക്കുകയായിരുന്നു. ആ സ്ഥലത്ത് പോയി കുറെ സമയം അവിടെ പോയിരുന്നു. മണ്ണിലിരുന്നു കൊണ്ട് വിശുദ്ധ ബലി അർപ്പിച്ചു. ആ ബലിയർപ്പണത്തിൽ പങ്കെടുക്കാനായി അവിടെ ഉണ്ടായിരുന്ന ചില ആളുകൾ വന്നിരുന്നു. അവർ പറയാണ്, അച്ഛാ, കുർബാന ചൊല്ലൂ, ഞങ്ങൾക്ക് ഞങ്ങളുടെ തോമസ് അച്ഛനെ കാണാൻ പറ്റും. കുർബാന ചൊല്ലു അച്ഛാ, ഞങ്ങൾ കൂടാം. തോമസ് അച്ഛനെ കാണാൻ കഴിയും. A.T. തോമസിലൂടെ ഇന്നും യേശു അവരിൽ ജീവിക്കുകയാണ്.
യേശുവിന്റെ സന്ദേശം അവർ ജീവിക്കുകയാണ്. വായ് മൂടിക്കെട്ടിരിക്കാനല്ല, വാ തുറന്ന് തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാനുമായിട്ട് അതാ അവർക്ക് അറിവ് കൊടുത്തത് A.T. തോമസ് ആണ്. അവരുടെ കുഞ്ഞുങ്ങൾ ഇന്നും പാടും. ഫാദർ A.T. തോമസിന്റെ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ ഇനി ഞങ്ങളുടെ കാലിൽ തന്നെ നിൽക്കണം. ഞങ്ങളോട് പറഞ്ഞു, ആരുടെ മുമ്പിൽ തലകുനിക്കരുതെന്ന്. ഞങ്ങൾ ഇനി തലകുനിക്കത്തില്ല. അങ്ങനെ A.T. തോമസ് അവർക്ക് പ്രത്യാശയായി, അവർക്ക് കഠിന പ്രയത്നമായി, അവർക്ക് ധൈര്യമായി, അവർക്ക് സ്നേഹമായി. അവരുടെ മുൻപിൽ അവർ വിഷമിച്ച ആ സമയത്ത് അവരുടെ മുൻപിൽ അവരെ ചൂഷണം ചെയ്തത് ആരായിരുന്നു? ഉത്തമഗീതം 5-ാം അധ്യായം 7-ാം തിരുവചന പ്രകാരം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കാവൽക്കാർ നഗരത്തിലൂടെ ചുറ്റിക്കറങ്ങുമ്പോൾ എന്നെ കണ്ടു. അവരെന്നെ തല്ലി, മുറിവേൽപ്പിച്ചു, എന്റെ അങ്കി കവർന്നെടുത്തു. മതിലുകളുടെ കാവൽക്കാർ തന്നെ, മതിലുകളുടെ കാവൽക്കാർ. എന്നെ സംരക്ഷിക്കേണ്ട എന്റെ സർക്കാർ, എന്നെ സംരക്ഷിക്കേണ്ട എന്റെ ഗവൺമെന്റ്, എന്നെ സംരക്ഷിക്കേണ്ട എന്റെ പിതാവ്, എന്റെ മാതാവ്, എന്റെ സമൂഹത്തിലെ മുതിർന്നവർ, ഇതാ ഇങ്ങനെയൊക്കെ പോകാൻ വേണമെങ്കിൽ ഇതിനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ മറിയം പാടിയ മാഗ്നിഫിക്കാത്തിലേക്ക്, സ്തോത്രഗീതത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇരകളോടൊപ്പം നിൽക്കുന്ന ദൈവത്തിന്റെ രാഷ്ട്രീയത്തെയാണ് പറഞ്ഞു വെക്കുന്നതെങ്കിലും ഈ വിപ്ലവാത്മക സ്വഭാവം പല രീതിയിലും പലപ്പോഴുമായിട്ട് നമ്മിൽ നിന്നും ഇല്ലായ്മ ചെയ്തിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഈ മാഗ്നിഫിക്കാത്തിനെ ഡൈല്യൂട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. കാരണം നാം ജീവിക്കുന്ന ഈ കാലത്തിലും സംസ്കാരത്തിലും സമൂഹത്തിലും ക്രിസ്തുവിന്റെ പിറവി സാധ്യമാക്കാനുള്ള സുധീരമായ ചുവടുവെപ്പുകൾക്കാണ് പരിശുദ്ധ അമ്മ നമ്മെ വെല്ലുവിളിക്കുന്നത്. A.T. തോമസ് അച്ഛൻ തന്റെ ജീവിതം പ്രകാരം പൂർണ്ണമായി കൊടുത്തത് നിർഭയനായിരുന്നു, ഭയമില്ലാത്തവനായിരുന്നു. അത് താൻ ജീവിച്ച കാലത്ത് ചുറ്റുപാടുകളിൽ സമൂഹത്തിൽ ക്രിസ്തുവിന്റെ പിറവി സാധ്യമാക്കാനുള്ള സുധീരമായ ചുവടുവെപ്പുകൾക്ക് പരിശുദ്ധ അമ്മ നമ്മെ വിളിക്കുകയാണ്. പ്രിയമുള്ളവരെയും, എവിടെയൊക്കെയാണ് ഇവിടെ ഈ പറയുന്ന താഴ്ത്തപ്പെടലുകൾ, ഹ്യൂമിലിയേഷൻ അല്ലെങ്കിൽ അരികുവൽക്കരണം, മാർജിനലൈസേഷൻ സംഭവിക്കുക? യുവാൽ നോവ ഹരാരിയുടെ ഒരു പുതിയ പുസ്തകമുണ്ട്. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളിൽ 2 എണ്ണം വളരെ പ്രസിദ്ധമാണ്. ഒന്ന് സാപ്പിയൻസ് ആൻഡ് ഹോമോ ദേവസ്. അദ്ദേഹം എഴുതിയ പുതിയ പുസ്തകത്തിന്റെ പേരാണ് 21 ലെസൺസ് ഫോർ ദ 21st സെഞ്ചുറി. ഈ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, it is much harder to struggle against irrelevance than against exploitation. എക്സ്പ്ലോയിറ്റേഷനോട് മല്ലടിക്കുന്നതിനേക്കാൾ ഭാരിച്ച ഒരു ഉദ്യമമാണ് എന്നെ അപ്രസക്തമാക്കുന്നതിനോട് ഫൈറ്റ് ചെയ്യുക. എന്നെ അപ്രസക്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതിനോട് ഞാൻ മല്ലടിക്കുന്നതാണ് ഏറെ ദുഷ്കരം. എക്സ്പ്ലോയിറ്റേഷനെതിരായിട്ട് നമുക്ക് ഒത്തിരി സംസാരിക്കാൻ പറ്റും, പക്ഷേ നമ്മെ ഒന്നുമല്ലാതാക്കി തീർക്കുന്ന ചില സംഭവങ്ങളുണ്ടാകും. ഞാൻ ഒന്നുമല്ലാതായി തരും, ശൂന്യമായി കഴിഞ്ഞു. നമ്മളിപ്പോ പറയില്ലേ, ഞാൻ അവരുടെ മുമ്പിൽ ചൂഴ്ന്നു പോയി എന്നൊക്കെ പറയില്ലേ, അവരുടെ മുമ്പിൽ ഒന്നും ആകാതെ പോയി, ആരും എന്നെ കെയർ ചെയ്യുന്നില്ല, ആർക്കും എന്നോട് മമതയില്ല എന്നൊക്കെ പറയത്തില്ലേ. യുവാൽ നോവ ഹരാരി മുന്നോട്ട് വയ്ക്കുന്ന 21-ാം നൂറ്റാണ്ടിന്റെ പാഠങ്ങളിൽ ഒന്നാണ്. അതെന്താണ്? അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പോഴത്തെ ഇൻഫോടെക്കും ബയോടെക്കും ചേർന്ന് മനുഷ്യരെ അപ്രസക്തരായിക്കൊണ്ടിരിക്കുക, മാറ്റി നിർത്തപ്പെടുന്നവരുടെ എണ്ണം ഏറുന്നു എന്നാണ് അദ്ദേഹം പറയുക. അദ്ദേഹം പറയുന്നത് രഹിതരുടെ കഥയല്ല, ഒരു കൂലയ്ക്ക് കീഴിൽ പോലും പരസ്പരം ഇടാതെ എത്രയോ കാലം കഴിയുന്ന ആളുകളുണ്ടെന്ന് അദ്ദേഹം പറയും. അദ്ദേഹം പറയുന്നതാണ്, ഒരു കുടുംബത്തിന് അപ്പനും അമ്മയും മക്കളെ വളർത്തി, ആ മക്കള് വളർന്നു കഴിയുമ്പോൾ അപ്പനെ മറക്കുന്ന, അമ്മയെ മറക്കുന്ന ഒരു കാലം. ഇത് ഏത് സന്ദർഭത്തിലും എവിടെ വേണമെങ്കിലും എടുക്കാം. ഞാനും നിങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ സമയത്ത് ആരുമല്ലാതായി മാറുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാകാം. നമ്മുടെ മുൻപിൽ തന്നെ പലരും ഒന്നുമല്ലാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുക. ഇവിടെ അപ്രസക്തമാക്കുന്ന വലിയൊരു കൺസേൺ കൊടുക്കേണ്ട, വലിയൊരു കാര്യമായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ അടുത്ത് നമ്മുടെ രാഷ്ട്രം
അമൻഡ് ചെയ്തൊരു ബില്ലുണ്ട്. കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുന്ന കുഞ്ഞിന് 24 ആഴ്ചകൾക്ക് ഉള്ളിൽ പ്രായമുള്ള കുഞ്ഞിനെ വധിക്കാമെന്നുള്ളത്, അതായത് ഭ്രൂണഹത്യ അപ്രസക്തമാണ്. വളർന്നു വരുന്ന ഒരു കുഞ്ഞ്, അതിനൊരു പ്രാധാന്യമില്ല, അതിനൊരു റെലവൻസും ഇല്ല ഈ നമ്മുടെ ജീവിതത്തിൽ. അപ്രകാരം അരികുവൽക്കരിക്കുകയാണ് കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളിൽ, യുവജനങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളിൽ, പ്രായം ചെന്ന് വൃദ്ധജനങ്ങളുടെ കാര്യത്തിൽ. ഇതിലൊക്കെ ഒരു അപ്രസക്തമായിട്ടുള്ള രീതിയിൽ, ഒരു തരത്തിലും പരിഗണന കൊടുക്കാത്ത രീതിയിൽ മാറ്റി നിർത്തപ്പെടുന്നവരുടെ എണ്ണം ഏറിക്കൊണ്ടിരിക്കുകയാണ്. അരികത്തും അകലത്തുമായി നാമുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അനേകം പേര്, അതിൽ ചിലർക്ക് നാം പേരുകൾ കൊടുക്കും. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കും, ഇഷ്ടമില്ലാത്തവർക്ക് ഇഷ്ടമില്ലാത്ത പേര് കൊടുക്കും. എത്ര പേർക്ക് പേരില്ലാത്തവരുണ്ട്, എത്ര പേർക്ക് നാം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സമൂഹം, അധികാരം തുടങ്ങിയ മാറ്റി നിർത്തുന്ന ചില ആളുകളുണ്ടല്ലോ, അവരുടെ കണ്ണീർ കണങ്ങളുണ്ടല്ലോ. ഇന്നിന്റെ ലോകം അതിന്റെ അത്യാഗ്രഹത്തിനും നിലനിൽപ്പിനുമായി മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ അപ്രസക്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതേ സുഭാഷിത ഗ്രന്ഥം 28-ാം അധ്യായം 3-ാം തിരുവചനം പറയുന്നുണ്ട്. അതേ, ദരിദ്രരെ പീഡിപ്പിക്കുന്ന അധികാരി ഭക്ഷ്യവിളകൾ നശിപ്പിക്കുന്ന പേമാരി പോലെയാണെന്ന് പറയും. വിളകൾ നശിപ്പിക്കുന്ന പേമാരി പോലെയാണ്, മാറ്റി നിർത്തുകയാണ്. ദരിദ്രന് യാതൊരു വിലയുമില്ല. ഇന്ന് നോക്കണേ, നമ്മുടെ നാട്ടിലെ കർഷകരും മുക്കുവരും നെയ്ത്തുകാരും അങ്ങനെ നമ്മെ ഊട്ടിയുറക്കുന്ന പലരും ഇന്ന് ഊണും ഉറക്കവുമില്ലാതെ തെരുവിലുണ്ട്. അപ്പൊ അവർക്കൊരു പ്രസക്തിയുമില്ല. 1-2 വർഷക്കാലം ഈ ഭരണാധികാരികൾ അവരെ നോക്കി. ഒരു തരത്തിലും അവരോടൊരു മമതയും കാണിക്കാതെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് ഓർത്തു നോക്കിക്കേ, എപ്രകാരം നാം ഒരിക്കലും കാണാതെ പോകാൻ വരട്ടെ. പൗലോസ്ലീഹായുടെ ലേഖനങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, പൗലോസ്ലീഹ റോമൻ തടവറയിൽ നിന്നും എഫോസസിലേക്ക് ഒരു കത്തയച്ചു കൊടുക്കുന്നു, ഈ എഫോസസിലെ കൂട്ടായ്മയിലേക്ക്, സഭയിലേക്ക്. അപ്പൊ ഈ കത്തുമായി പോകുന്ന ആളുടെ പേര് പോലും അദ്ദേഹം മെൻഷൻ ചെയ്യാൻ മറക്കുന്നു. ഒരു ഒനേസിമോസിനെ കുറിച്ച് പറയുന്നുണ്ട്, അവനെ പരിഗണിക്കണം. അതുപോലെ തന്നെ ഒരു തിക്കിക്കോസിനെ കുറിച്ച് പറയുന്നുണ്ട്. പല ആളുകളുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പൗലോസ് പ്രാധാന്യം കൊടുക്കുകയാണ്. പൗലോസ്ലീഹ നമ്മുടെ ജീവിതത്തിൽ നോക്കിക്കേ, നമ്മുടെ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന എത്രയോ പേരുണ്ട്. ഒരു പ്യൂണാകട്ടെ, ഒരു സ്കാവഞ്ചർ പോസ്റ്റിലുള്ള ആളാകട്ടെ, എത്ര പേര് നാം പരിഗണിക്കുന്നുണ്ട്, എത്ര പേർക്ക് നാം അവരുടെ അതായിട്ടുള്ള രീതിയിൽ അവരെ സ്വീകരിക്കുന്നുണ്ട്. അവരെല്ലാവരും പ്രസക്തരാണ്. എന്റെ ജീവിതത്തിൽ എല്ലാവർക്കും സ്ഥാനമുണ്ട്. ഇങ്ങനെ നോക്കണേ, അവർക്ക് വേണ്ടി കൂടി ഉണ്ടായ മഹാസന്തോഷത്തിന്റെ ആഘോഷമാണ് പലപ്പോഴും ഈ ക്രിസ്മസ് നാളുകളിൽ പുറം വാതിലുകളൊക്കെ കൊട്ടിയടച്ച് ചിലപ്പോ നമ്മളെ കൊണ്ടാണ്. ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന മറ്റൊരു കാര്യം, അരികുവൽക്കരണം. മറ്റൊരു മേഖലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ബ്രിട്ടീഷ് യുണൈറ്റഡ് നേഷൻ ഡിപ്ലോമറ്റായി ബ്രിട്ടനെ പ്രതിദാനം ചെയ്തുകൊണ്ട് 14 വർഷം മിഡിൽ ഈസ്റ്റിൽ ജീവിച്ച ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ജെറാർഡ് റസ്സൽ എന്നാണ്. ഇദ്ദേഹം എഴുതിയ ഒരു പുസ്തകം, ആ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നത്, ഹെയേഴ്സ് ടു ഫൊർഗോട്ടൻ കിങ്ഡംസ് എന്ന് പറയുന്ന അതിന്റെ സബ് ടൈറ്റിൽ ഇങ്ങനെയാണ്, ജേർണീസ് ഇൻ ടു ദ ഡിസപ്പിയറിംഗ് റിലീജിയൻസ് ഓഫ് ദ മിഡിൽ ഈസ്റ്റ്. മിഡിൽ ഈസ്റ്റിലെ ചില കുഞ്ഞു സംസ്കാരങ്ങളും വിശ്വാസങ്ങളൊക്കെ നഷ്ടപ്പെട്ട് ഇല്ലായ്മ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. നമുക്കറിയാം, AD 52 നാം ആരംഭിച്ച നമ്മുടെ വിശ്വാസമാണ് ഭാരതത്തിൽ. 1540-കളിൽ പിന്നീട് ഫ്രാൻസിസ് സേവ്യറിന്റെ വരവോടുകൂടെ വീണ്ടും അതിന് ഒരു കാര്യമായിട്ടുള്ള വികാസവും പ്രാപിച്ചു. പക്ഷെ ഇന്നും ആ വിശ്വാസത്തിന്റെ കാര്യത്തിൽ നമ്മുടെ പ്രയാണം പലപ്പോഴും അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയുടെ പച്ചപ്പിൽ നിന്നും മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന, അതിജീവനത്തിനായി കേഴുന്ന ആളുകളുടെ വ്യഥയാണ് ഈ ജെറാർഡ് റസ്സലിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുക, ഹെയേഴ്സ് ടു ഫോർഗോട്ടൻ കിങ്ഡംസ്. അദ്ദേഹം പറയുന്നുണ്ട്, ഘോഷയാത്രകളുടെയും സിംഹാസനങ്ങളുടെയും മാത്രമായി തീരുന്ന നമ്മുടെ മതജീവിതത്തെ ഭയപ്പെടുത്തുന്നതാണ് ഈ ജനത്തിന്റെ തേങ്ങലുകൾ.
ഈ ജനം തേങ്ങിക്കൊണ്ടിരിക്കുക. അവരുടെ വിശ്വാസം നഷ്ടപ്പെടുന്നു, അവരുടെ സമൂഹത്തിന് മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ സമൂഹം ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നാമും നേരിടുന്ന ഒരു വല്ലാത്തൊരു പ്രശ്നമാണ്. പല മേഖലകളിലായിട്ട് നാം ഞെരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓർക്കുക, അവരുടെ ഈ മിഡിൽ ഈസ്റ്റിലെ അവരുടെ അനുഭവത്തെ കുറിച്ച് പറയുമ്പോൾ ഘോഷയാത്രകളുടെയും സിംഹാസനങ്ങളുടെയും അതിന് മാത്രമായി തീർന്ന അവരുടെ മതജീവിതത്തെ അത്രമാത്രമായിരുന്നു, മറ്റൊന്നും അവർ ചിന്തിച്ചിട്ടില്ല. കുറെ കാലം, കുറെ പാട്ട്, കുറെ ആട്ടം, കുറെ യാത്രകള്, കുറെ ആഘോഷങ്ങള്, അതിൽ മാത്രം ഒതുങ്ങിക്കൂടിയപ്പോൾ ഇതാ സംഭവിച്ചത് എന്തായിരുന്നു? മറ്റൊന്നിനെയും ശ്രദ്ധിക്കാൻ അവർ കഴിഞ്ഞില്ല. യഥാർത്ഥത്തിൽ അവരെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അവർ മറന്നു. അസഹിഷ്ണുതയുടെ രാഷ്ട്രീയം കലർന്ന നമ്മുടെ മതപരിസരങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് വായിച്ചാൽ മനസ്സിലാകാത്ത ചില വരികൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ യെശയ്യായുടെ പ്രവചനം 11-ാമത്തെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ചെന്നായിയും കുഞ്ഞാടും ഒരുമിച്ച് വേയും. അതേ പ്രിയമുള്ളവരെ, എങ്കിൽ നമുക്ക് ചോദിക്കാം, ഇങ്ങനെയുള്ള അരികുവൽക്കരണം പല മേഖലകളിൽ സംഭവിക്കുമ്പോൾ എന്താണ് ഇൻകാർണേഷന്റെ, ക്രിസ്തുവിന്റെ പിറവിയുടെ സന്ദേശം നമുക്ക് ലഭിക്കുക? തീർച്ചയായിട്ടും നീതി നിഷേധിക്കപ്പെട്ടവർക്കുള്ള മനോഹര സന്ദേശമാണ് ഈ ഇൻകാർണേഷൻ. ജെറമ്യാ പ്രവാചക പുസ്തകം 23-ാം അധ്യായം 6-ാം തിരുവചനത്തിലൂടെ ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്: നീതിയുടെ ശാഖ മുളപ്പിക്കുന്ന ദിവസം വരുന്നു, കർത്താവാണ് ഞങ്ങളുടെ നീതി എന്ന പേരിലായിരിക്കും അവൻ അറിയപ്പെടുക. കർത്താവാണ് നമ്മളുടെ നീതി. ആ 72-ാം സങ്കീർത്തനം രാജാവിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. അതിൽ പറയുന്നുണ്ട്, അവന്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ, ചന്ദ്രനുള്ള കാലത്തോളം സമാധാനം പുലരട്ടെ. നോക്കണേ, നീതി, അവന്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ. നീതി സൂര്യന്റെ ഉദയം സംഭവിക്കുന്നത് നീതി നിഷേധിക്കപ്പെട്ടവർക്കുള്ള മഹാസന്ദേശമാണ്, മനോഹര സന്ദേശമാണ് ഈ ഇൻകാർണേഷനിലൂടെ, അവന്റെ മനുഷ്യാവതാരത്തിലൂടെ നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കാണുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ പ്രകാരം കാണും: അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു, കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം ഒരു മഹത്തായ പ്രകാശം കണ്ടു, കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 79-ാം തിരുവചനത്തിലൂടെ പറയുന്നു: അതേ, ഇരുളിലും മരണത്തിന്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാനും വേണ്ടിയാണത്. നമ്മളെ സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാൻ. അതുകൊണ്ട് തന്നെ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 9-ാം തിരുവചനം പറയുന്നു, എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന ആ യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, വീണ്ടും നമുക്ക് നോക്കാം, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 14-ാം തിരുവചനത്തോട് പറയുന്നു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായിട്ടുള്ള മഹത്വം, അതാണ് നമ്മൾ ദർശിച്ചത്. എങ്കിൽ അതിനോട് തുടർന്ന് ഈ മനുഷ്യാവതാരത്തിലൂടെ നമ്മൾ ധ്യാനിക്കുന്ന തിരുവചന ഭാഗങ്ങളിലെ ഒരു ഭാഗം കൂടി ശ്രദ്ധിച്ചു കൊള്ളുക. ഇബ്രായർ ലേഖനത്തിൽ 9-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയും: എങ്കിൽ നിത്യ ആത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധഗണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്ര അധികമായി വിശുദ്ധീകരിക്കുകയില്ല. വിളിക്കപ്പെട്ടവർക്ക് വാഗ്ദത്തമായ നിത്യ അവകാശം പ്രാപിക്കുന്നതിന് അവിടുന്ന് ഒരു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി. കാരണം ആദ്യത്തെ ഉടമ്പടിക്ക് വിധേയമായിരിക്കെ അവൻ സ്വന്തം മരണത്താൽ രക്ഷയായി തീർന്നു. മരണപത്രത്തിന്റെ കാര്യത്തിൽ അത് എഴുതിയവന്റെ മരണം സ്ഥിരീകരിക്കപ്പെടണം. എന്തുകൊണ്ടാണ് ഈ വചനം പറഞ്ഞത്? ഈ വചനം ശരീരമാകണമെങ്കിൽ, നോക്കണേ, ക്രിസ്തു ശരീരമായില്ലായിരുന്നെങ്കിൽ, വചനം ശരീരമായില്ലായിരുന്നെങ്കിൽ മരണത്തിന് അവിടുത്തെ വിഴുങ്ങാൻ പറ്റില്ല. ഈ മരണ സംസ്കാരത്തിൽ പെട്ടുഴലുന്ന നമ്മെ പോലെ
ആയിത്തീർന്നെങ്കിൽ മാത്രമേ അതിനെ ജയിക്കാനാകൂ. നാം നമ്മുടെ ജീവിതത്തിൽ സഹിക്കുന്ന വ്യത്യസ്തമായ അനുഭവങ്ങളുടെ പാരമ്യം അവിടെ ഏറ്റെടുക്കുന്നുണ്ട്. അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് അറിയാം, എബ്രായ ലേഖനത്തിൽ 5-ാം അധ്യായം ഇപ്രകാരം ആവർപ്പെടുത്തുന്നുണ്ടല്ലോ, അവൻ പാപമൊഴികെ സകലമാന രീതിയിലും നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ്. പാപമില്ലാതിരുന്ന അവിടുന്ന് നമ്മുടെ മരണം ഏറ്റുവാങ്ങുകയാണ്. അനീതിയുടെയും ഉച്ചനീചത്വങ്ങളുടെയും കറുത്ത സൂര്യന്റെ കീഴെ ഇരുട്ടിൽ തപ്പിത്തടയുന്നവർക്ക് വിശുദ്ധ ഗ്രന്ഥം നൽകിയ പേരും അത് തന്നെയാണ്, അനാവ്യം. ഏതൊരു ദരിദ്രനെയും ഇവിടെയെല്ലാം നീതി നിഷേധിക്കപ്പെട്ടവനെയും ബൈബിളിന്റെ ഭാഷയിൽ ഒരേയൊരു പദമേ ഉള്ളൂ, അനാവിൻ. അത് അനാവിൻ മീൻസ് ദ പൂവർ ഹു സീക്ക് ദ ലോർഡ് ഫോർ ഡെലിവറൻസ്. ദൈവം മാത്രം ആശ്രയമായിട്ടുള്ളവൻ. അതുകൊണ്ട് സങ്കീർത്തന ഗ്രന്ഥം 37-ാം അധ്യായം 11-ാം വാക്യം ഇപ്രകാരം ഓർമ്മപ്പെടുത്തും, ദി അനാവിം ഷാൽ ഇൻഹെറിറ്റ് ദ ലാൻഡ്. ശാന്തശീലർ, അതേ ദരിദ്രർ ഭൂമി കൈവശമാക്കും. ഐശ്വര്യ തികവിൽ അവർ ആനന്ദിക്കും. ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനായി അല്ലെങ്കിൽ ദരിദ്രനായി മാറുക എന്നത് ഈ ലോകത്തിന്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ചുമലുകളെ ഞെരുക്കുന്ന എല്ലാ തരം മുഖങ്ങൾക്കും സ്വയം വിധേയപ്പെട്ടുകൊണ്ട് നമ്മിൽ ഒരുവനാകുക എന്നതായിരുന്നു. ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനാകുക അല്ലെങ്കിൽ മനുഷ്യാവതാരം ചെയ്യുക എന്ന് പറയുമ്പോൾ ദരിദ്രനായി മാറുകയാണ്. ഈ ലോകത്തെ നമ്മൾ ഓരോരുത്തരുടെയും ചുമലുകളെ ഞെരുക്കുന്ന എല്ലാ തരം മുഖങ്ങൾക്കും സ്വയം വിധേയപ്പെട്ടുകൊണ്ട് നമ്മിൽ ഒരുവനാകുക എന്നതായിരുന്നു. സ്നാപയോഹന്നാൻ അത് ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ അല്ലേ? അതേ, നമ്മുടെയൊക്കെ പാപങ്ങൾ ഏറ്റുവാങ്ങുന്ന കുഞ്ഞാടാണ്. ആ യാത്ര എന്ന് നോക്കിക്കുകയും ഉദരത്തിൽ രൂപപ്പെട്ടപ്പോൾ തന്നെ അമ്മ കടന്നുപോയ ഭയാശങ്കകളുടെ തിരയിളക്കി. പിറവിയിൽ കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലുകൾ, പിറവിയെടുക്കാൻ കിട്ടിയ ഇടമോ. നമ്മൾ മെയിഞ്ചർ എന്നൊക്കെ പറയും അല്ലെ? മെയിഞ്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ പുൽത്തൊട്ടി എന്നാ പറയുക. ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ആ മെയിഞ്ചർ എന്ന് പറയുന്നത്, ഇറ്റ് മേക്സ് ഇറ്റ് ക്ലിയർ, സംതിങ് മെയ്ഡ് ഓഫ് സ്റ്റോൺ. കല്ലുകൊണ്ടുണ്ടാക്കിയ എന്നായിരുന്നു. കല്ലിൽ വെട്ടിയുണ്ടാക്കിയ ഒരു തൊട്ടിയിലാണ് അവനെ കിടത്തിയെന്ന് പറയുക. കല്ലിൽ വെട്ടിയുണ്ടാക്കിയ അവിടെ തന്നെ മറ്റൊരു കണക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നത് അരിമത്തിയ ജോസഫിന്റെ ആ കല്ലറ, കല്ലിൽ വെട്ടിയുണ്ടാക്കിയ ആ മേച്ചിൽ തുടങ്ങുന്നു, കല്ലിൽ വെട്ടിയുണ്ടാക്കിയ കല്ലറയിൽ അവസാനവും. വെള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് കിടത്തി. ജനിക്കുമ്പോഴും അവന് ആവശ്യത്തിന് വസ്ത്രങ്ങളില്ല, മരണസമയത്തും അവന് ആവശ്യത്തിനും വസ്ത്രങ്ങളില്ല. ജനന സമയത്തും അവൻ തിരസ്കരിക്കപ്പെട്ടു, മരണസമയത്തും അവൻ തിരസ്കരിക്കപ്പെട്ടു, നഗരത്തിന് വെളിയിൽ അവൻ ക്രൂശിക്കപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിനെ പോലെ ദാരിദ്ര്യത്തിന്റെ പൊള്ളലിന് സ്വയം വിധേയപ്പെടാത്ത ഒരാൾക്കും ദരിദ്രന്റെ ആകുലതയിൽ പങ്കുചേരാൻ ഒരിക്കലും അവകാശമില്ല. ക്രിസ്തുവിനെ പോലെ ദാരിദ്ര്യത്തിന്റെ പൊള്ളലിന് സ്വയം വിധേയപ്പെടാത്ത ഒരാൾക്കും ദരിദ്രന്റെ ആകുലതയിൽ പങ്കുചേരാൻ ഒരു അവകാശവുമില്ല. അതുകൊണ്ട് തന്നെ മതവും രാഷ്ട്രീയവും ഒക്കെ ദരിദ്രരോട് നിന്ന് കാണിക്കുന്ന അനുഭാവത്തിന് പിന്നിൽ ഹൃദയത്തിന്റെ സാന്നിധ്യമില്ലെന്ന് നാം ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ദരിദ്രരോട് കാണിക്കുന്ന മതവും രാഷ്ട്രീയവും ഒക്കെ ദരിദ്രരോട് കാണിക്കുന്ന അനുഭാവത്തിന് പിന്നിൽ ഹൃദയത്തിന്റെ സാന്നിധ്യമില്ലെന്ന് പലപ്പോഴും നാം ഭയപ്പെടേണ്ടിയിരിക്കുകയാണ്. മാത്രമല്ല അതിന് പിന്നിൽ പഴയ കാലങ്ങളിൽ നമ്മളന്ന് കാണുന്നുണ്ടല്ലേ, അന്നദാനങ്ങൾ എന്നൊക്കെ പറയുന്ന അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു കുറെ കാലൊക്കെ മുമ്പ്. എന്റെ കൊച്ചുനാളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ആ അന്നദാനങ്ങളിലൊക്കെ കൊടുക്കുന്നവരുടെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയും ചില ധാഷ്ട്യയും നിന്ദയും ഒക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന് നടക്കുന്ന ഈ ദരിദ്രരോടുള്ള അനുകമ്പയുടെ പുറകിലും ഈ നിന്ദയും ധാഷ്ട്യവും ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം. ക്രിസ്തുവിനെ പോലെ ദരിദ്രനാകാതെ അവന്റെ സ്നേഹത്തിൽ അല്ലെങ്കിൽ ദരിദ്രനോട് പക്ഷം ചേരാൻ നമുക്ക് പറ്റത്തില്ല. നോക്കണേ, ചിലപ്പോൾ ചില ആളുകളൊക്കെ പലതും വാങ്ങിക്കും. വൃത്തികേട് കൊണ്ട് വാങ്ങിയതൊക്കെ തിരിച്ചറിയാനായിട്ട് ചിലപ്പോൾ അവർ കൊടുത്ത കരങ്ങൾ അന്വേഷിക്കുന്നുണ്ടാവും. നാം കൊടുത്തത് തിരിച്ചു നൽകാൻ ആരെങ്കിലും വെമ്പുന്നുണ്ടോ എന്നൊന്ന് നമ്മളൊന്ന് പരിശോധിക്കുന്നതാണ്. നാം കൊടുത്ത ഭക്ഷണം ഉണ്ടാവാം,
നമുക്ക് പാർപ്പിടം ഉണ്ടാവാം, വസ്ത്രം ഉണ്ടാവാം. കൊടുത്തവന്റെ മനസ്സും വാങ്ങിച്ചവന്റെ മനസാക്ഷിയും ഏറെ പ്രധാനപ്പെട്ടതാണ്. കൊടുത്തവന്റെ മനസ്സും വാങ്ങിച്ചവന്റെ മനസ്സാക്ഷി. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഓരോ പ്രഭാതത്തിലും ബലിയർപ്പിക്കുമ്പോൾ വിവേചിച്ചറിഞ്ഞുകൊണ്ട് സ്വീകരിക്കണം എന്ന് പറയുക. തരുന്നവന്റെ മനസ്സുണ്ടല്ലോ, ആ പ്രഭാത ബലിയിൽ ഇതാ നിനക്ക് എന്റെ ശരീരം തരുന്നവന്റെ മനസ്സുണ്ടല്ലോ, അത് വാങ്ങിക്കുമ്പോൾ എന്റെ മനസ്സാക്ഷി എപ്രകാരമാണെന്നും, അതുപോലെ ഞാൻ കൊടുത്തിട്ടുള്ളത് ആ കൊടുക്കുമ്പോൾ എന്റെ മനസ്സ് എപ്രകാരമാണ്, വാങ്ങിക്കുന്നവന്റെ മനസ്സാക്ഷിയെ കുറിച്ച് നമുക്ക് ധ്യാനിക്കേണ്ട കാര്യമില്ല, നമ്മുടെ മനസ്സ് എപ്രകാരമാണ് നോക്കണം. അതിനാൽ പ്രിയമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-ാം തിരുവചനത്തിലൂടെ പറയുന്നുണ്ട്. ഈ ഇതിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അങ്ങനെ ചിന്തിക്കാം. ഈ ദരിദ്രനായി പിറന്നവൻ, ദാരിദ്ര്യത്തിൽ പിറന്നവൻ, നമ്മുടെ ഓരോരുത്തരുടെയും ആകുലതയും വ്യാകുലതയും ഒക്കെ മനസ്സിലാക്കിയവൻ, അവൻ പിറവിയെടുക്കുമ്പോൾ മാലാഖ പറഞ്ഞ സന്ദേശിതാണ്, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കും. വളരെ വ്യക്തമാണ്, ഇതാ സകല ജനത്തിനും വേണ്ടി എന്ന് പറഞ്ഞാൽ തിന്മയുടെ വ്യാപനം വളരെ വ്യക്തമായി എന്ന് നമുക്ക് കാണാൻ പറ്റും. എല്ലാവർക്കും, എല്ലാവരും ഇരുട്ടിലാണെന്ന് പറയുന്നത്. അവിടെയാണ് ഇരുട്ടിന്റെ പാരമ്യതയിലാണ് മാലാഖയുടെ വാക്കുകളിൽ നമ്മൾ കാണുക. സകല ജനവും ഇരുട്ടിലാണെന്ന് അറിയിപ്പോടുകൂടി അവർ. പ്രിയമുള്ളവരെയും നമുക്ക് ചോദിക്കാം, സത്യത്തിൽ ദൈവത്തിന്റെ വാക്ക് ശരീരമാകാൻ എത്ര താമസിച്ചു? എത്രയോ അവസരങ്ങൾ ഉണ്ടായിരുന്നു. വാഗ്ദാനം ലഭിച്ചത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്, നിങ്ങൾക്ക് ഞാനൊരു രക്ഷകനായിരിക്കും. എന്തുകൊണ്ടാണ് ഇത്രമാത്രം ലാഗ് ചെയ്തത്, എത്രമാത്രം ലേറ്റ് ആയത്? എന്തുകൊണ്ടാണ്? ഭൂമിയിലെ സകലമാന മനുഷ്യരും തങ്ങളുടെ വഴികൾ വികലമാക്കി നടന്ന നോഹയുടെ കാലത്ത് അവർ തിന്നുകയും കുടിക്കുകയും അതുപോലെ തന്നെ കൊയ്യുകയും എല്ലാവിധ അവഹേളന രാഗങ്ങളിലും മുഴുകി ശരീരസുഖത്തിന്റെ പാരമ്യതയിൽ അപരനിലെ ദൈവാംശത്തെ ആസക്തിയോടെ നോക്കിയ കാലം, ലോത്തിന്റെ കാലം. കണ്ണീരും കയ്പും നിറഞ്ഞ ഈജിപ്തിലെ നിലവിളിയുടെ സമയം, അസീറിയൻ ബാബിലോണിയൻ അടിമത്തക്കാലം, നീതിമാന്മാരെ കൊല്ലുകയും അവരുടെ കല്ലറകളെ പൂജിക്കുകയും ചെയ്ത കാലം, നീതിമാനായ ഒരു പുരോഹിതനെ ബലിപീഠത്തിൽ വെച്ച് തന്നെ കഴുത്തറുത്ത് കൊന്ന കാലം, ഇവിടെ ഒന്നും വന്നില്ലല്ലോ. അതേ, വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ടേ, സമയത്തിന്റെ പൂർത്തീകരണയിൽ എന്ന് പറഞ്ഞാൽ നാം കേട്ടതുപോലെ ഇരുട്ടിന്റെ പാരമ്യത, അതിനി അതിജീവിക്കാനായിട്ട്, അതിന് ജീവിക്കാൻ പറ്റത്തില്ല. അത്രമാത്രം കെട്ടകാലം വന്നപ്പോഴാണ് ദൈവത്തിന് തിരുമനസ്സായി, ഇത്രയും നാൾ ഇവർക്ക് വേണ്ടത് ഞാൻ കൊടുത്തു, ഇത്രയും നാൾ ഇവർക്ക് അതിജീവിക്കാനായിട്ട് പ്രവാചകന്മാരെയും അവരിലൂടെ ഒരു പരിധി വരെ ഇവർ അതിജീവിക്കാൻ ശ്രമിച്ചെങ്കിലും ഇവരെ ഇന്നിപ്പോൾ ഇവരെ കൈവിട്ടു പോയിരിക്കുക. ദൈവം തിരുമനസ്സാകണം. അതാണ് ഇഗ്നേഷ്യസിന്റെ ഈ ധ്യാനത്തിൽ നമ്മൾ ആദ്യത്തെ ദിവസത്തിന് അച്ഛൻ പറഞ്ഞു, പരിശുദ്ധ ത്രിത്വം ഭൂമിയെ കാണുന്നു, ഇതാ മനുഷ്യാവതാരം പിറവിയെടുക്കാനായിട്ട് നോക്കുമ്പോൾ മനുഷ്യരുടെ ആകുലതകളും വ്യാകുലതകളും വർദ്ധിച്ചു വരികയാൽ അവർ തിരുമനസ്സാകുന്നു, ഭൂമിയിലേക്ക് ഇതാ തന്റെ പുത്രനെ അയക്കണം. പ്രിയമുള്ളവരെയും, അങ്ങനെയാണെങ്കിൽ ഗൗതം എറ്റ് എസ്പെസ് നമ്പർ 22 നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഞാൻ അതിന്റെ ഒരു തന്നിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട്, ആ പിറവിയെടുത്തവൻ നമ്മോട് സമനായി മാറി. എങ്ങനെയാണ്? For by his incarnation the Son of God has united himself in some fashion with every man. He worked with human hands, he thought with a human mind, acted by human choice, he loved with a human heart. എന്റെ ഹൃദയം പോലെ തന്നെയാണ് കർത്താവ് ഹൃദയം കൊണ്ട് സ്നേഹിച്ചത്. എന്റെ കരങ്ങൾ പോലെ അവൻ കരങ്ങളാൽ വർക്ക് ചെയ്തു. അവൻ എന്നെ പോലെ തന്നെ നടന്നു, അവൻ എന്നെ പോലെ കണ്ടു, അവൻ എന്നെ പോലെ ചിന്തിച്ചു. അതിനാൽ എല്ലാ രീതിയിലും എന്നോട് സമനായിട്ടുള്ളവനാണ് നമ്മുടെ കർത്താവ്. പ്രിയമുള്ളവരെ, ഈ ചിന്തകൾ അവസാനിക്കുന്നതിന് മുൻപായിട്ട് ഒരു ചിന്ത കൂടെ, സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യൻ ഒരു ആമുഖം എന്ന ഒരു കൃതിയുടെ അവസാന ഭാഗത്ത് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ചിന്തകൾ അവസാനിപ്പിക്കുക. അതിൽ ഇവർ പറയുന്നുണ്ട്, ഒരു ചിന്തയാണ്, ഇതിന് മനസ്സിലേക്ക് വേറിട്ടൊരു ചിന്തയായിട്ട് എടുത്തുവെച്ചാൽ മതി. ഭൂമിയിൽ ദൂർത്തടിച്ച ലക്ഷക്കണക്കിന് മണിക്കൂറുകൾക്കിടയിൽ സ്വന്തം ശരീരത്തിന്റെയും മനസ്സിന്റെയും സുഖങ്ങൾക്കല്ലാതെ വരും തലമുറയ്ക്കായി
കൊളുത്തിവെച്ച ഏതെങ്കിലും ഒരു വെളിച്ചത്തിന് തെളിവ് നീ എനിക്ക് കാണിച്ചു തരണം. ഇപ്പോൾ എഴുത്തുകാരൻ പറയാണ്, ഞാൻ മുഖം കുനിച്ചു നിൽക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ അനുഭവിച്ചതിനേക്കാൾ 16 ഇരട്ടി അധികമെങ്കിലും അപകർഷതാബോധം എന്നെ വിഴുങ്ങാൻ തുടങ്ങും. ഞാൻ തിന്നും കുടിച്ചും രസിച്ചും മരിച്ചു. മുടിയിലെ പേനിനെ പോലെ, കാട്ടിലെ സിംഹത്തെ പോലെ, അവയ്ക്കിടയിലെ 1000 മൃഗജാതികളെ പോലെ. പക്ഷെ മനുഷ്യൻ എന്ന നിലയിൽ മരണത്തെ അതിജീവിക്കാൻ ഞാൻ എന്ത് ചെയ്തു? ഇല്ല, എനിക്ക് ഉത്തരമുണ്ടാക്കില്ല. നോക്കണേ, മരണ സംസ്കാരത്തെ അതിജീവിച്ച് മതിയാകും. സഭയിൽ നമുക്കറിയാം, ക്രിസ്തുവിന്റെ പിറവിയോടുകൂടെ ദൈവം ഒരു ദൈവരാജ്യം സ്ഥാപിതമായതാണ്.